കാണുന്ന നാടൻ കല്ലല്ലേ ഫ്ലെയിമിംഗ് പ്രോസസ്സിംഗ് ചെയ്യുമ്പോൾ ഇതിന് ഗ്രിപ്പ് ഉണ്ടാവും. ഈ റേറ്റ് നമുക്ക് എണിക്കൂലി കൂടുതലാണ്. ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. അത് മാത്രം ചെയ്യുമ്പോഴത്തേന് നമുക്കൊരു 120. നമസ്കാരം. നമ്മൾ പലപ്പോഴും ഒരു വീട് വെച്ച് കഴിയുമ്പോഴത്തേക്കും വിട്ടുപോകുന്ന അല്ലെങ്കിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടോ മനഃപൂർവ്വം വിട്ടുപോകുന്ന ഒന്നാണ് ലാൻഡ്സ്കേപ്പിംഗ്. നമ്മൾ അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത്, അതായത് ഷർട്ടും പാൻറ്റും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ഷർട്ടും മുണ്ടും ഒക്കെ ഉടുത്തതിന് ശേഷം ഒരു സ്ലിപ്പർ ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ മുറ്റങ്ങൾ പലപ്പോഴും ബോധപൂർവമോ അല്ലാതെയോ ചെയ്തു വയ്ക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഒരു ലാൻഡ്സ്കേപ്പിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, എന്തൊക്കെ ഉപയോഗിച്ച് ചെയ്യാം, എങ്ങനെയൊക്കെ ചെയ്താൽ വളരെ ഭംഗിയായിട്ടിരിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇന്റീരിയർ കൺസൾട്ടൻറ്റ്. ഡോക്ടർ ഇന്റീരിയറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എൻ്റെ ഒപ്പം ഉള്ളത് നാദൃഷ. നമസ്കാരം. അതായത് നമ്മുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് എഡ്ജ് ലാൻഡ്സ്കേപ്പിംഗ് അല്ലേ? അതെ, എഡ്ജ് സ്റ്റോൺസ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ്. സ്റ്റോൺസ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് നമ്മുടെ കാഞ്ഞിരപ്പള്ളിയാണ് അല്ലേ? കാഞ്ഞിരപ്പള്ളിയാണ് സ്വദേശം. അതായത് കോട്ടയം ജില്ലയിലെ കാഞ്ഞിരപ്പള്ളിയാണ് സ്വദേശം വരുന്നത്. നമ്മൾ ഓൾ കേരള വർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ഇന്ന് നമ്മൾ നിൽക്കുന്നത് എരുമേലിയിൽ ഇവരുടെ ഒരു വർക്ക് ചെയ്ത ജില്ലയിലെ എരുമേലി എന്ന് പറയുന്ന സ്ഥലത്ത്, എരുമേലിയിൽ വർക്ക് ചെയ്ത സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ പല ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. എല്ലാവരും, ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറയുമായിരുന്നു, നമ്മൾ പലപ്പോഴും വീട് വയ്ക്കും, വീട് വെച്ചിട്ട് മുറ്റം പലപ്പോഴും ചെയ്യാനായിട്ടുള്ള ബഡ്ജറ്റ് നമുക്ക് ഉണ്ടാകത്തില്ല. വീട് വെച്ച് കഴിയുമ്പോൾ ബഡ്ജറ്റ് ഉണ്ടെങ്കിലും ചിലർക്ക് മടിയാണ് ചെയ്യാനായിട്ട്. അതായത് ചില ചിപ്സിൽ ഒതുക്കാം, അങ്ങനെയൊക്കെയുള്ള ചില ആൾക്കാർ. ചിലർക്ക് ആഗ്രഹമുണ്ട്, പൈസയുടെ കുറവുണ്ട്. എന്താണ് ലാൻഡ്സ്കേപ്പിംഗ്? അത് എന്തിന് ചെയ്യണം? നമ്മുടെ വീടിൻ്റെ ബൗണ്ടറി വാളിൻ്റെ അകത്ത് വരുന്ന ഏരിയ ആണ് ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുന്ന ഏരിയ. അതിൻ്റെ അകത്ത് ലോൺ ഏരിയ വരും, അതായത് ഗ്രാസ് മാത്രം വരും, സ്റ്റോൺ വരും. സ്റ്റോൺ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോണിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ. ഇതിനു മുമ്പ് നാടൻ കല്ലുകൾ, നമ്മുടെ നാട്ടിൽ കാണുന്ന നാടൻ കല്ലല്ലേ, ദെൻ പെബിൾസ് വന്നു. അതിൻ്റെ ഇടയ്ക്ക് പെബിൾസിൻ്റെ ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇന്റർലോക്കിൻ്റെ വരവോട് കൂടിയിട്ട് കംപ്ലീറ്റ് ആൾക്കാർ ഇന്റർലോക്കിലേക്ക് മാറി, ആ ഒരു ഇതിലേക്ക് മാറി. ഇപ്പോൾ എല്ലാവരും ആ ഒരു ഇന്റർലോക്ക് മാറ്റി നാച്ചുറൽ സ്റ്റോൺസിൻ്റെ അപ്ഡേഷനിലേക്ക് മാറി. നാച്ചുറൽ സ്റ്റോൺസ് എന്ന് പറയുമ്പോൾ അത് പല വെറൈറ്റീസ് വരുന്നുണ്ട്. പല വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർ സ്റ്റോൺ ഉണ്ട്, താണ്ടൂരുണ്ട്, ദെൻ കടപ്പ സ്റ്റോൺ, കോട്ട, കോബിൾ സ്റ്റോൺസ്. കോബിൾ ഇപ്പോൾ താണ്ടൂരിൻ്റെ ആണെങ്കിലും ബാംഗ്ലൂരിൻ്റെ ആണ് കോബിൾ. കോബിൾ എന്ന് പറഞ്ഞാൽ ചെറിയ സൈസ് വരുന്ന സ്റ്റോൺസ്, 4 ഇഞ്ച് by 4 ഇഞ്ച് വരും. അങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് നാച്ചുറൽ സ്റ്റോൺസ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മളിപ്പോൾ 3-4 ടൈപ്പ് പറഞ്ഞു. ഒരു കാലത്ത് നമ്മൾ ഇപ്പോൾ പേവിങ് സ്റ്റോൺസിനെ കുറിച്ച് പറഞ്ഞു, ഒരുപാട് പ്രസ്ഥാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ അതും നമ്മുടെ ഇപ്പോൾ ഉള്ള നാച്ചുറൽ സ്റ്റോൺസുമായിട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും എന്താണ്, പലരും ഇതിലോട്ട് മാറുന്നുണ്ട്. എന്താണ് അതിൻ്റെ ഒരു ഡിഫറൻസ് അല്ലെ മെച്ചം എന്താണ്? മെയിൻലി ഇപ്പം നാച്ചുറൽ സ്റ്റോൺസ് ലേ ചെയ്യുമ്പോൾ നമ്മൾ ഇന്റർമീഡിയറ്റ് പോർഷൻസ് ഉണ്ടല്ലോ, ഈ പോർഷൻസിൽ നാച്ചുറൽ ഗ്രാസ് വയ്ക്കുമ്പോൾ വെള്ളം ഇറങ്ങാനുള്ള ഒരു പ്രവണത, അതായത് വെള്ളം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് പെയ്യുന്ന വെള്ളം ഈ കംപ്ലീറ്റ് ഈ ഗ്യാപ്പിലൂടെ തന്നെ ഇറങ്ങുന്നുണ്ട്. അതൊരു മെയിൻ ആയിട്ടുള്ളൊരു ഫാക്റ്റാണ്. ദെൻ ഇതിൻ്റെ ലുക്ക് തന്നെ ഒരു പോർഷ് ലുക്കാണ്. പിന്നെ വേറൊരു മെയിൻ കേസ് എന്ന് പറഞ്ഞാൽ ചൂട്. അതായത് ഇന്റർലോക്കിനെ അപേക്ഷിച്ച് ചൂടെന്ന് പറയുന്നില്ല. ഇപ്പം ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇന്റർലോക്ക് ചെയ്തിരിക്കുന്ന ഒരു വീടിൻ്റെ തിണ്ണയിൽ നമ്മൾ ഇരുന്നാൽ ആവി കാരണം നമുക്ക് അതുപോലെ ബുദ്ധിമുട്ടായിരിക്കും. നേരെ നാച്ചുറൽ സ്റ്റോൺസ് ആകുമ്പോഴത്തേനും ആ ഒരു ചൂടോ കാര്യങ്ങളോ ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല, ഭയങ്കര ഫ്രീ ആയിരിക്കും. ഇത് ഏതാണ് കല്ല്? ആക്ച്വലി ഇത് നമുക്ക് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് വരുന്നത്. ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ 2x1 സൈസാണ് വരുന്നത്. 2x1. ഇത് കസ്റ്റമൈസ് ചെയ്യുന്നതാണോ അതോ ഈ സൈസിലാണോ വരുന്നത്? ഈ ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. അതായത് നമ്മുടെ ബാംഗ്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് വരുന്ന ഒരുപാട് കോറീസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം, ജിഗനി എന്ന് പറയുന്ന സ്ഥലം. ജിഗനിയിലാണ് ഗ്രാനൈറ്റ് കൊണ്ടുവരുന്നത്. ആക്ച്വലി ഇത് ഗ്രാനൈറ്റ് സ്റ്റോൺ തന്നെയാണ്. ഓക്കെ, ഇത് ബാംഗ്ലൂരാണ് ഇതിന്റെ മെയിൻ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ബാംഗ്ലൂർ സ്റ്റോൺ എന്ന് പേര്, അല്ലാതെ വേറൊരു ഇതില്ല. ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു, ദാറ്റ്സ് ഓൾ. അപ്പോൾ അവിടുന്ന് വരുന്ന വൈറ്റിഷ് കളറാണ്. ഈ കല്ലിന്റെ എല്ലാം ഒരു ലുക്ക് നോക്കിയാൽ കംപ്ലീറ്റ് വൈറ്റ് ആണ്. വൈറ്റിൽ ബ്ലാക്ക് വേവ്സ് അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട്സ് ആണ് ഇതിന് വരുന്നത്. അപ്പം ഇത് അവിടുന്ന് വരാൻ കാരണം അവൈലബിലിറ്റി അവിടെയാണ് മെയിൻലി. പിന്നെ കട്ടിങ് പല രീതിയിൽ ഇതിൻ്റെ കട്ടിങ് വരുന്നുണ്ട്. അതായത് ബാംഗ്ലൂർ സ്റ്റോൺ റഫായിട്ട് വരുന്നുണ്ട്. അത് ഏറ്റവും മേളിൽ എന്ന് പറയുകയാണെങ്കിൽ ബോക്സ് കട്ട് എന്ന് പറഞ്ഞ പീസാണ് കംപ്ലീറ്റ്. ഇത് ബോക്സ് കട്ട് പീസാണ് വരുന്നത്. പിന്നെ ഹാഫ് കട്ട് പീസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, അത് ഫുള്ളി ഫ്ലെയിമിങ് ചെയ്താണ്. പിന്നെ അതുപോലെ റഫ് വരുന്നുണ്ട്, സ്ട്രൈപ്സ് വരുന്നുള്ള സ്റ്റോൺ ഉണ്ട്, അങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ഇതിപ്പോൾ ആൾക്കാരുടെ ഒരു സംശയമാണ് ഈ ഫോട്ടോ അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ ഇത് തെന്നില്ലെന്ന്. ഓക്കെ, ഇത് ഈവനായിട്ട് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഫ്ലെയിമിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്. നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന്
കാലിട്ട് ജസ്റ്റ് നോക്കി. ഫ്ലെയിമിംഗ് പ്രോസസ്സിങ് ചെയ്യുമ്പോൾ ഇതിന് ഗ്രിപ്പ് ഉണ്ടാവും. ഓക്കെ, ഈ ഗ്രിപ്പ് കൊണ്ട് നമുക്ക് ഒരിക്കലും വഴുക്കലോ തെന്നലോ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളോ ഉണ്ടാകില്ല. ഈ ഫ്ലെയിമിംഗ് എന്ന് പറഞ്ഞാൽ LPG ഉണ്ടല്ലോ, നമ്മുടെ LPG ആൻഡ് ഓക്സിജൻ അതും കൂടി മിക്സ് ചെയ്തിട്ടൊരു ഫ്ലെയിം ഫോം ചെയ്യും. ആ ഫ്ലെയിം കൊണ്ട് നമ്മൾ സ്പോട്ട് ചെയ്യുമ്പോഴാണ് ഇതിന് ഫ്ലെയിമിംഗ് ഉണ്ടാകുന്നത്. ഫ്ലെയിം ചെയ്ത കല്ലാണ് എപ്പോഴും നല്ലത്. അത് ലുക്ക് ഈവൻ ഷേപ്പും ആയിരിക്കും, എന്നാലും അതിന് റഫ്നെസ്സും ഉണ്ടാവും. ഇതിപ്പോൾ നമ്മുടെ ഇപ്പോൾ അല്ലാതെ വരുന്ന 2x2 സൈസിൽ അല്ല, നമുക്കിപ്പം അത് ഡിപ്പെൻസ് ആണ്. ഇപ്പം ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഇത് ക്ലൈൻറ്റ് നമുക്ക് വിട്ടു തന്നിരിക്കുകയാണ്. സോ അദ്ദേഹത്തിൻ്റെ ഈ ഷേപ്പ് വെച്ചിട്ട്, അതായത് ഈ സ്ഥലത്തിൻ്റെ ഷേപ്പ് വെച്ചിട്ട്, അതായത് റെക്റ്റാങ്കിൾ ഷേപ്പാണ്, അവിടെ ഒരു റെക്റ്റാങ്കിൾ ആണ് മാച്ചിങ് എന്ന് തോന്നി, അതുകൊണ്ടാണ് 2x1 ചെയ്തത്. നമുക്കിതിൻ്റെ കട്ടിങ് 2x1 ഉണ്ട്, 2x2 ഉണ്ട്, 2x1.5 ഉണ്ട്, പിന്നെ 1x1 ഉണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കട്ടിങ് വരുന്നുണ്ട്, എടുക്കാൻ പറ്റും. അതെ, അത് കസ്റ്റമൈസ് നമ്മുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച്. ഇതിപ്പോൾ ഓർഡർ ചെയ്യുന്നു, നമ്മൾ തന്നെ കട്ട് ചെയ്ത് ഫാക്ടറിയിൽ നിന്ന് വണ്ടി വരുന്നു, മെറ്റീരിയൽ വരുന്നു, അതാണ് സിസ്റ്റം വരുന്നത്. ഇതിൻ്റെ തിക്നെസ് വരുമ്പോഴത്തേക്കും തിക്നെസ് നമുക്കിപ്പം 30 mm ഉണ്ട്, 40 mm ഉണ്ട്, 50 mm ഉണ്ട്, എബോ 50 ഉണ്ട്, പല രീതിയിലുണ്ട്. ഒരു ആവറേജ് ചെയ്യാന്ന് പറഞ്ഞാൽ 50 mm എങ്കിലും ഇട്ട് ചെയ്യണം. അതായത് ഒരു ലോഡ് ബിയറിംഗ് കേപ്പബിലിറ്റി വേണമെങ്കിൽ 50 mm എങ്കിലും ആവറേജ് വേണം, എന്നാലേ ഉള്ളൂ നിൽക്കുള്ളൂ. അതായത് ഇപ്പോൾ ഒരു ലോറിയൊക്കെ വന്ന് കയറിയാലും പൊട്ടാതൊക്കെ ഇരിക്കണമെങ്കിൽ 50 mm ഒക്കെ തന്നെ ഇട്ട് ചെയ്താലേ ഉള്ളൂ ക്ലിയർ ആവുള്ളൂ. ഇതിന്റെ റേറ്റ് ഇതിപ്പോൾ ഇവിടെ നമുക്ക് വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഗ്രാസ് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്, അത് നമുക്ക് പിന്നീട് കഴിഞ്ഞിട്ട് തന്നെ. അതെ. അപ്പം ഈ വിത്ത് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇവിടെ നമുക്ക് റേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ബ്ലൈൻഡ് ആയിട്ട് പറയാൻ പറ്റില്ല, പ്ലസ് ഓർ മൈനസ് വരും. അതായത് മെറ്റീരിയൽ, അതായത് നമുക്കിത് വലിയ ടോറസ് മെറ്റീരിയൽ ഓൺ സൈറ്റിലേക്ക് വന്ന് അത് അൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓൺ സൈഡിലേക്ക് മെറ്റീരിയൽ വന്നില്ലെങ്കിൽ നമുക്ക് വേറൊരു ഷിഫ്റ്റിംഗ് വരും. ഇങ്ങനെയൊക്കെ ഉള്ളത് കൺസിഡർ ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് റേറ്റിലേക്ക് പോകുന്നത്. ഒരു ആവറേജ് റേറ്റ് 160 പ്ലസ് ആയിരിക്കും, അതായത് ലേയിങ് ഉൾപ്പെടെ. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂർ സ്റ്റോൺ ഏറ്റവും വില കൂടിയത് ഏറ്റവും വില കൂടിയതല്ല, മിഡിലിൽ നിൽക്കും. അതായത് ക്വാളിറ്റിയിലാണെങ്കിലും ഗുഡാണ്, റേറ്റിലാണെങ്കിലും മിഡിലിൽ വരും. ഒരു 120-125 റുപ്പീസ് എനിക്ക് തോന്നുന്നു അതിന്. തണ്ടൂർ ആ ഒരു ലെവലിലേക്ക്, ഒരു 120 ആ ലെവലിലേക്ക് തണ്ടൂർ വരുമ്പോഴത്തേനും കുറവാണ് വരുന്നത്. ബാംഗ്ലൂരിൽ ഡിപ്പെൻഡ് ചെയ്ത് വരുമ്പോൾ അതിൽ മേളിലേക്ക് നമുക്കൊരു 185. ഇപ്പോൾ കോബിൾസ്റ്റോൺ ഒക്കെ വരുമ്പോൾ 180 പ്ലസ് ആണ് വരുന്നത്. പിന്നെ സെറാ ബ്ലാക്ക്, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ വരുമ്പോൾ നമുക്കൊരു 160 പ്ലസ് എന്ന് വേണം നമുക്ക് ഏകദേശം കണക്ക് 160 പ്ലസ് ആ ഒരു ലെവലിൽ കണക്ക് കൊടുക്കാം. അതെ. അപ്പോൾ ഇനി അടുത്ത സ്റ്റോണിലേക്ക് നമുക്ക് വരാം. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ തണ്ടൂർ സ്റ്റോൺ. തണ്ടൂർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് ഗ്രേഷ് കളറാണ്, ഒരു ലൈറ്റ് ആഷ് കളർ എന്ന് പറയും. ആഷ് കളർ അത് സെഡിമെന്ററി റോക്സിന്റെ കാറ്റഗറിയാണ്. തെലങ്കാന എന്ന് പറയുന്ന സ്ഥലത്ത്, തണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വരുന്ന ലൈം സ്റ്റോൺ കാറ്റഗറിയാണ്. ആക്ച്വലി സെഡിമെന്ററി റോക്സും ആണ്, ലൈം സ്റ്റോൺ ആണ്. അതായത് ഈസി ആയിട്ട് പറയുമ്പോൾ നമ്മുടെ സ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്, നമ്മുടെ സ്ലേറ്റ് പണ്ട് കാലത്ത് പഠിക്കുന്ന സ്ലേറ്റ്, ആ സ്ലേറ്റ് ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആ സെയിം മെറ്റീരിയലാണ് ഈ തണ്ടൂർ. തണ്ടൂർ ആൻഡ് കടപ്പ ഈസ് ഓൾസോ സെയിം. രണ്ടും സെയിം ആണ്. പക്ഷേ എങ്കിൽ അതിന്റെ കളറിൽ വരുന്നൊരു വേരിയേഷൻ. കടപ്പ വരുമ്പോൾ പ്യൂർ ഫുൾ ബ്ലാക്കിലേക്ക് വരും, ഇത് വരുമ്പോൾ ഒരു ഗ്രേഷ് കളർ, ആഷ് കളറിലേക്ക് വരും. ആ സ്ലൈറ്റിന്റെ കട്ടിങ്ങിലൊക്കെ ആ ഒരു സ്ലൈറ്റിന്റെ ഒരു സംഗതി കാണാൻ പറ്റും. അതെ, അതിന് ലേയേഴ്സ് ആണ് ഇതിന്റെ ഫോമിങ്. ഇതെന്ന് പറയുമ്പോൾ ഇഗ്നീഷ്യസ് റോക്കിന്റെ കാറ്റഗറിയാണ് ഇത് വരും. അത് സെഡിമെന്ററി ആകുമ്പോൾ അതിന്റെ ഫോമിങ് തന്നെ ലേയേഴ്സ് ആണ്. അതായത് പാളികളായിട്ട് തന്നെയാണ് അതിന്റെ ഫോമിങ് വരുന്നത്. സോ അതിന്റെ കട്ട് ചെയ്ത് വരുമ്പോഴും ആ ഒരു പാളികൾ അതിൽ കാണാനായിട്ട് സാധിക്കും. എൻ്റെ ഒരു പേഴ്സണൽ ഒരു ഇത് വെച്ചിട്ട് നമ്മുടെ കടപ്പേനേക്കാളിലും നമുക്ക് തോന്നിയ കടപ്പേനേക്കാളും ലോഡ് ബിയറിങ് തണ്ടൂരിനാണ്. തണ്ടൂരിനെയും ഇപ്പോൾ ബാംഗ്ലൂരിനെ അപേക്ഷിച്ച് അതിൻ്റെ ഒരു 50% കുറവാണ് ലോഡ് ബിയറിങ്. അതെ, ബാംഗ്ലൂരാണ് ലോഡ് ബിയറിങ് കൂടുതൽ. അതെ, ഇതിൻ്റെ അകത്തെ രാജാവ് അങ്ങനെ എന്താ പറയുക, ഒരു ബാംഗ്ലൂർ സ്റ്റോൺ തന്നെയാണ്. അതായത് കംപ്ലൈൻസ് ഇല്ല. അപ്പം നമുക്ക് ഒരു വർക്ക് ചെയ്ത് തീർന്നു കഴിയുമ്പം ഒരു സെക്കൻഡ് കോള് കൊള്ളാം എന്നുള്ളതല്ലാതെ അതെ ഒരു കംപ്ലൈന്റ് കോള് വരാത്തത് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് എപ്പോഴും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളിപ്പോൾ പറഞ്ഞ കടപ്പ അതുപോലെ താണ്ടൂർ, ഇതിൻ്റെയൊക്കെ ഒരു റേറ്റ് എത്ര ഏകദേശം വരിക? കടപ്പ താന്തൂരൊക്കെ ഓൾമോസ്റ്റ്ലി സെയിം ആണ് വരുന്നത്. താന്തൂർ വരുമ്പോൾ നമുക്കിപ്പോൾ കേരളത്തിൽ നമുക്ക് എറണാകുളം ബേസ്ഡ് വരുമ്പോഴത്തേനും ഒരു റേറ്റാണ്. ഞാൻ എറണാകുളം ബേസ്ഡ് വെച്ചിട്ടുള്ള റേറ്റാണ് ഞാൻ പറയുന്നത്. അതൊരു ഓൾമോസ്റ്റ്ലി നമുക്ക് ഈ വിത്ത് ഗ്രാസ് ലേ ചെയ്ത് വരുമ്പോഴത്തേനും 115 പ്ലസ് ആണ് വരുന്നത്. പ്ലസ് ആണ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ വരുന്നതുകൊണ്ട് നിങ്ങളുടെ ഒരു ഏരിയ അനുസരിച്ച് റേറ്റ് വ്യത്യാസപ്പെടുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി അടുത്ത പ്രോഡക്റ്റ് ഏതാണ്? നമ്മുടെ ഇപ്പോൾ താണ്ടൂർ പറഞ്ഞു, കടപ്പ പറഞ്ഞു, ഒരു കോബിൾ സ്റ്റോൺ നമ്മൾ പറഞ്ഞു. കോബിൾ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ ഈ 4 ഇഞ്ച് by 4 ഇഞ്ച്, ഇതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 feet by 1 feet, അതേപോലെ 4 ഇഞ്ച് ചെറിയ കല്ലാണ് വരുന്നത്. അത് തണ്ടൂരിലും കട്ടിങ് ഉണ്ട്, ബാംഗ്ലൂരിലും കട്ടിങ് ഉണ്ട്. അത് നമ്മൾ കൂടുതലും
കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെയാണ് കൂടുതലും കോബിൾസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഗ്രാസ് ഒന്നും വെച്ചിട്ടൊന്നും ചെയ്യില്ല. അതൊരു പ്രത്യേകതരം ഡിസൈൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യും. അത് കോബിൾസ് തന്നെ ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്. ഈ ഒരു രീതിയിലാണ് കോബിൾസിൻ്റെ കട്ടിങ് വരുന്നത്. അതും ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഒരു പെർ സ്ക്വയർ ഫീറ്റിന് അതിന് പണിക്കൂലി കൂടുതലാണ്. മെറ്റീരിയലും അതായത് ലേ ചെയ്യാനായിട്ടുള്ള മെറ്റീരിയലിൻ്റെ എല്ലാം ഒരു ഇത് കൂടുതലാണ് കോബിൾസ് വരുമ്പോൾ. അതുകൊണ്ട് നമുക്കൊരു പെർ സ്ക്വയർ ഫീറ്റ് ഒരു 180 പ്ലസ് 180 ആ ഒരു ലെവലിലാണ് കോബിൾസിൻ്റെ റേറ്റ് വരുന്നത്. കോട്ട സ്റ്റോൺ, കോട്ട വളരെ റെയർ ആണ് ആക്ച്വലി ചെയ്യൽ. ബിക്കോസ് കോട്ട ഫ്രം രാജസ്ഥാൻ പിന്നെയും പോയി, അതായത് ബാംഗ്ലൂര്, താണ്ടൂര്, പിന്നെയും പോയി രാജസ്ഥാൻ സൈഡിലേക്ക്. അവിടുന്ന് വരുന്ന ഒരു ട്രാൻസ്പോർട്ടിങ്ങിൻ്റെ ഒരു വ്യത്യാസം കൊണ്ട് കോട്ടയ്ക്കും വരുമ്പോഴത്തേനും റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് അതുമാത്രമല്ല, കോട്ടയുടെ കൂടുതലും കട്ടിങ് വരുന്നത് ഒരു 30 mm 25-30 mm ആ ഒരു ലെവലാണ്. അപ്പം നമുക്കതിൻ്റെ തിക്നെസ് വളരെ കുറവാണ്. സോ അത് ലേ ചെയ്യണമെങ്കിൽ കോൺക്രീറ്റ്ലി ചെയ്യണം. കോട്ടയം ചെയ്തു വരുമ്പോൾ ഈ പറയുന്ന കോബിൾസിൻ്റെ ഒക്കെ ആ ഒരു സെയിം റേറ്റിലേക്ക് വരും കോട്ടയം ചെയ്തു വരുമ്പോൾ. അപ്പം ആ ഒരു റേറ്റുമായിട്ട് കമ്പാരിസൺ വരുമ്പോഴത്തേനും ആൾക്കാർ കോട്ടയിലേക്ക് കൂടുതൽ പോകാറില്ലാത്തതുകൊണ്ടാണ് കോട്ട സ്റ്റോൺ കൂടുതലും കേരളത്തിൽ ചെയ്യാത്തത്. പക്ഷേ എങ്കിൽ നല്ല ഫിനിഷിംഗ് ഉള്ള നല്ല മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും പ്രധാന സംഗതി, ഏതൊരു പ്രോഡക്റ്റും നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതൊരു പ്രധാന സംഗതിയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ ലേയിങ് മെത്തേഡ്? ഇതിൻ്റെ ലേയിങ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മുടെ മിറ്റം കംപ്ലീറ്റ്, മിറ്റം എല്ലാം എവിടെയൊക്കെയാണ് ലേ ചെയ്യേണ്ടത് കംപ്ലീറ്റ് നമ്മൾ ഏരിയ ക്ലിയർ ചെയ്യും. അതായത് ഒരു പുതിയ വീട് പണിയുമ്പോൾ അറിയാമല്ലോ, അതിൻ്റെ എല്ലാ വേസ്റ്റും മിറ്റത്ത് കാണും. സോ അതിൻ്റെ ലെവലിംഗ് ആയിരിക്കും ഇനീഷ്യൽ സ്റ്റേജിൽ. റൈറ്റ് ലെവൽ ചെയ്തതിന് ശേഷം 6 mm ബേബി മെറ്റൽ, അതായത് കാലിഞ്ച് എന്ന് പറയും, ചെറിയ ചിപ്സ്, ഇന്റർലോക്ക്, സെയിം ഇന്റർലോക്കിനൊക്കെ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. 6 mm ബേബി മെറ്റൽസ് ഒരു 1.5 to 2 ഇഞ്ച് ആവറേജ് ലെവലിൽ ഈവനായിട്ട് നമ്മൾ വിരിച്ചതിന് ശേഷം കല്ല് നമ്മൾ വെച്ച് പോവുകയാണ്. അതായത് ഓരോ കല്ലും ഈ നാം പറഞ്ഞല്ലോ 4 ഭാഗത്തൊന്നും, അതായത് ഇതിൻ്റെ ലേയിങ് തന്നെ കണ്ടില്ല, നമുക്ക് ഈ ഓരോ 2 ഇഞ്ച് പ്ലസ് ഗ്യാപ്പ് നമ്മൾ വരുന്നുണ്ടല്ലോ ചെറുതായിട്ട്. അതെ, ഈ കല്ലിൻ്റെ ഗ്യാപ്പിൽ. അപ്പോൾ ഈ ഗ്യാപ്പിനൊക്കെ ഉള്ള രീതിയിൽ 4 ഭാഗത്തൊന്നും ചരട് പിടിച്ചതിന് ശേഷം ഈ കല്ല് ഓരോന്ന് ഫിറ്റ് ചെയ്ത് വെച്ച് പോവുകയാണ്. ദെൻ ഇതിൻ്റെ കോർണറിങ് ഇപ്പം നമുക്കിപ്പം ഗ്രാസ് ഏതൊക്കെയാണ്, ഇപ്പം നാച്ചുറൽ ഗ്രാസ് വെക്കാനാണെങ്കിൽ ഇതിന് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ മണ്ണുണ്ടല്ലോ അത് നമ്മൾ ഗ്യാപ്പിൽ ഫില്ല് ചെയ്യും, എന്നിട്ട് നാച്ചുറൽ ഗ്രാസ് വയ്ക്കും. ആർട്ടിഫിഷ്യൽ ആണെങ്കിൽ കംപ്ലീറ്റ്ലി പോയിന്റിങ് ചെയ്യും. ഇതിന് കംപ്ലീറ്റ്ലി പോയിന്റിങ് ചെയ്തതിന് ശേഷം ഗ്രാസ് വയ്ക്കും. ഇത് നമ്മളൊരു വീട്ടിൽ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ അഡ്വൈസ് ചെയ്യുന്നത് നാച്ചുറലാണോ ആർട്ടിഫിഷ്യൽ? അത് നമ്മുടെ ഓരോ വ്യക്തികളുടെ മൈൻഡ് സെറ്റിലാണ്. ഓക്കെ, അതായത് ആർട്ടിഫിഷ്യൽ മതി എന്ന് പറ, ഒരു വർക്കിലേക്ക് നമ്മൾ സംസാരിക്കാൻ പോകുമ്പം ഇന്ന സ്റ്റോണ് പ്ലസ് ആർട്ടിഫിഷ്യൽ മതി. സോ അവർ ഒന്ന് ചൂടുവെള്ളത്തിൽ വീണ പൂച്ച എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം, അത് അവരുടെയും കൂടി കുഴപ്പമാണ്. മെയിൻറ്റെയിൻ ചെയ്യാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഇത് വെക്കാവുള്ളൂ. ഏത് നാച്ചുറൽ ഗ്രാസ് വെക്കാവുള്ളൂ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഈസ് ബെസ്റ്റ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ചെയ്യുമ്പോൾ ഉള്ളൊരു ഡീമെറിറ്റ് എന്ന് പറയുമ്പോൾ വെള്ളം ഇറങ്ങുന്നതിന് ലിമിറ്റേഷൻസ് ഉണ്ട്. വെള്ളം, അതായത് നമ്മൾ ഇന്റർമീഡിയറ്റ് പോർഷൻസ് ഉണ്ടല്ലോ, അതായത് ഈ വരുന്ന ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പ് നമ്മൾ കംപ്ലീറ്റ്ലി പോയിന്റിങ് ചെയ്യുകയാണ്. ഇത് കംപ്ലീറ്റ്ലി പോയിന്റിങ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കോൺക്രീറ്റ് ആണി ഉണ്ടല്ലോ, 2 ഇഞ്ച് കോൺക്രീറ്റ് ആണി കൊണ്ട് അടിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ലേ ചെയ്യുമ്പോൾ അപ്പോൾ ഇത് പോയിന്റ് മൊത്തവും നമ്മൾ ഗ്യാപ്പ് ഫില്ലിങ് ആയതുകൊണ്ട് വെള്ളം ഇറങ്ങാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ ഈസി ആയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഓരോ കല്ലിൻ്റെ ഫേസിങ്ങിൽ, അതായത് 4 ഫേസിങ്ങിൽ ഓരോ ഫേസിങ്ങിൽ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുത്ത് മാക്സിമം അങ്ങനെ സപ്പോർട്ട് ചെയ്യും. പക്ഷേങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ട് വെള്ളം ഇറങ്ങുന്നതിനകത്ത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ചൂസ് ചെയ്യുമ്പോൾ, നമ്മൾ ഈ മെറ്റീരിയൽ ചൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്, നമ്മൾ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ്. ഇത് മെയിൻലി നമ്മൾ നോക്കുക എന്ന് വെച്ചാൽ അത് ഈ സൈറ്റിൽ ചെയ്തിരിക്കുന്ന സെയിം മെറ്റീരിയലാണ്. 35 mm ആണ് ഇതിൻ്റെ പൈൽ ഹൈറ്റ് വരുന്നത്. ഇതിൻ്റെ പൈൽ ഹൈറ്റ് നോക്കുക, പൈൽ ഹൈറ്റ് നമുക്ക് പൈൽ ഹൈറ്റ് 25 mm to 35 mm, 40 mm, 45 mm, 50 mm അങ്ങനെ വരുന്നുണ്ട്. അത്രയും വലിപ്പത്തിലുണ്ട്. ഉണ്ട്. അത് ട്രഫിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് 50 അങ്ങനെയാണ് വരുന്നത്. സോ നമുക്കൊരു നോർമൽ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു 35 കൂടാനും പാടില്ല. കുറഞ്ഞാലും ഒരു അതെന്താ വെച്ചാൽ ഇതിൻ്റെ 35 കൂടി കഴിയുമ്പോഴത്തേനും നമ്മൾ വണ്ടി കയറി കഴിയുമ്പോൾ ഇതങ്ങ് ചായാൻ തുടങ്ങും. സോ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് അങ്ങ് തന്നെ മാറും. ഒരു 35 mm ആകുമ്പോഴത്തേനും ഒരു ഒറിജിനാലിറ്റി ഫീലിംഗ് ഉണ്ട്, അതിൻ്റെ ഒരു ഗ്രോത്ത് ഫീലിംഗും ഉണ്ട്, പക്ഷേങ്കിൽ കിടന്നോളും ചെയ്യും. അതെ, ഓക്കെ. അതുപോലെ മെയിൻലി നോക്കണമെന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടി നോക്കണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിറ്റക്സ് റേറ്റ് എന്ന് പറയുമ്പോൾ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് പറയുന്നത് നമ്മുടെ തലയിലെ ഉള്ളു പോലെ, മുടികൾക്ക് ഉള്ളു പോലെ തന്നെ ഉള്ളത് തന്നെ ചെയ്താലേ ഉള്ളൂ ആ ഒരു നാച്ചുറൽ ലുക്ക് ഫിനിഷിങ് കിട്ടും. അതായത് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല പോലെ ആവരുത്, ഇങ്ങനെ തല പോലെ ആയി കഴിഞ്ഞാൽ സെറ്റ്. അതാണ് ഒറ്റ വാക്കി പറഞ്ഞു വെച്ചാൽ. ഇനി നമുക്ക് വരേണ്ടത് പെബിൾസിലോട്ടാണ്.
പെബിൾസ്. നിങ്ങളുടെ അടുത്തൊരു സർവീസ് പെബിൾസ് അല്ലേ? അതെ അതെ, പെബിൾസ് സർവീസ് ഉണ്ട്. അതെ, പെബിൾസ് നമുക്ക് വരുന്നത് പല വെറൈറ്റീസ് ഉണ്ട്. അത് പല വെറൈറ്റി റിവർ പെബിൾസ് ആണ് നോർമലി കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. അത് നാച്ചുറലാണ് വരുന്നത്. റേറ്റിലേക്ക് പോകാനാണെങ്കിൽ പെർ സ്ക്വയർ ഫീറ്റ് നമുക്കൊരു 60 rupees 60+ വരും പെർ സ്ക്വയർ ഫീറ്റ് വരുമ്പോഴത്തേക്കും ലേ ചെയ്യുമ്പോഴത്തേക്കും. ലേയിങ് മെത്തേഡ് ആണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് വീഡ് മാറ്റ് എന്ന് പറഞ്ഞൊരു മാറ്റുണ്ട്. വീഡ് മാറ്റ് വിരിച്ചതിന് ശേഷം വീഡ് മാറ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കളകളൊന്നും കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വീഡ് മാറ്റ് വിരിച്ചതിന് ശേഷം കംപ്ലീറ്റ്ലി ലേ ചെയ്യലാണ് പെബിൾസിൻ്റെ. പെബിൾസ് ഇതേപോലെ ഈ നമ്മുടെ സാധാരണ മെറ്റലിന് പറയുന്ന പോലെ 1/4 ഇഞ്ചുണ്ട്, 1/2 ഇഞ്ചുണ്ട്, 3/4 ഇഞ്ചുണ്ട്, പല സൈസിലുണ്ട് പെബിൾസ് വരുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് വൈറ്റ് പെബിൾസ് ആയിരുന്നു. ഈ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് വൈറ്റ് ആയിരുന്നു. സോ അതുകൊണ്ടാണ് ഇവിടെ വൈറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വൈറ്റ് ചെയ്യുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കുക. അതായത് ചെളി പിടിച്ചാൽ വൈറ്റും റിവർ പെബിളും തമ്മിൽ എല്ലാം ഈക്വലായി ഒരുപോലെ. അതെ അതെ. ഇനി ഇതിൻ്റെ റേറ്റ് നമ്മൾ പറയാൻ പറ്റുമോ? ഇതിനെങ്ങനെയാണ് ഒരു റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുക? ഗ്രാസ് മാത്രം ഫിറ്റിംഗ് ആണോ ഉദ്ദേശിക്കുന്നത്? രണ്ടും ആണെങ്കിലും ഇപ്പോൾ ഒരു ഇതിപ്പോൾ ഗ്രാസ് മാത്രം ആർട്ടിഫിഷ്യൽ ഇപ്പം കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇപ്പം ഇവിടെ കണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നാച്ചുറൽ ഗ്രാസ് ആണ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പം ചിലർക്ക് കുറച്ച് പോർഷൻസ് ആർട്ടിഫിഷ്യൽ മാത്രം ചെയ്യുന്നുണ്ട്. അത് മാത്രം ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 120 per square feet ലേയിങ് ആർട്ടിഫിഷ്യൽ മാത്രം ചെയ്തു കൊടുക്കുന്ന റേറ്റ്. ഇനി നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ സർവീസ് നെറ്റ്വർക്ക്, അതായത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ വടക്കേ അറ്റം തൊട്ട് തെക്കേ അറ്റം വരെ ഉള്ള ആൾക്കാരുണ്ട്. റേറ്റ് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യാസം വരും നമ്മൾ എടുക്കുന്ന സ്ഥലം അനുസരിച്ച്. നമ്മുടെ സർവീസ് ഒന്ന് പറയാമോ എങ്ങനെയാണുള്ളത്? സർവീസ് ആക്ച്വലി നമ്മൾ ഓൾ ഓവർ കേരള ആണ് ടാർഗറ്റ്. ഓക്കെ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 7 district ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ നമ്മൾ വർക്ക് തന്നെ 7 district ഓൾമോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ലൊക്കേറ്റഡ് കോട്ടയമാണ്. കോട്ടയം, എറണാകുളം, അതുപോലെ മെയിൻലി പത്തനംതിട്ട, ദെൻ കൊല്ലം, ആലപ്പി, ഈ ഒരു മേഖലയിലാണ് ഇപ്പം നിലവിൽ വർക്കുള്ളത്. ദെൻ നമുക്ക് വേറൊരു വിങ് ഉണ്ട്. ആയിട്ട് മലബാർ സൈഡ്, മലബാർ കാലിക്കറ്റ് ഭാഗത്ത് എല്ലാം നമുക്ക് സർവീസ് ഉണ്ട്. കംപ്ലീറ്റ്ലി അവിടെയും ചെയ്യുന്നുണ്ട്. കാസർഗോഡ് ഭാഗം, കണ്ണൂർ ഭാഗമൊക്കെയാണ് കൂടുതൽ നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട്, നമ്മുടെ ഡിസ്റ്റൻസും കൂടി നോക്കുമ്പോൾ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റാത്തത്. മുന്നോട്ട് നമുക്ക് അവിടെയും വരുന്നുണ്ട് കാര്യങ്ങൾ. നമുക്ക് അവിടെ വിങ്സ് എല്ലാം നമ്മൾ ഒരുപാട് ടീം സപ്പോർട്ടീവായിട്ട് അവിടെയും ഉണ്ട് ചെയ്യാനായിട്ട്. മുന്നോട്ട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും. അപ്പോൾ എന്തായാലും നമ്മൾ ലാൻഡ്സ്കേപ്പിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ നാദർശയായിട്ട് സംസാരിക്കുമ്പോൾ ഫസ്റ്റ് ഒരു സ്ഥലത്ത്, അതായത് ചെയ്ത ഒരു സ്ഥലം, ഇതിപ്പോൾ ഈ വീടിൻ്റെ വർക്ക് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതെ അതെ, കംപ്ലീറ്റ് സ്റ്റേജ് ഇനി ഫൈനൽ പുട്ടി വർക്ക്, പെയിൻറ്റിങ് വർക്കിൻ്റെ ഒക്കെ ഫൈനൽ സ്റ്റേജിലേക്ക് വരുന്നതേ ഉള്ളൂ. ഒരു കാര്യം കൂടെ ചോദിക്കാനായിട്ട്, നമുക്കിപ്പോൾ ഇതൊരു ഏരിയ അനുസരിച്ചാണ് വ്യത്യാസം വരുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിൽ പോലും നമുക്കൊരു വീട്ടിലോട്ട് വർക്ക് ചെയ്യാനായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഏകദേശം എത്ര സമയം കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നൊരു അപ്രോക്സിമേറ്റ് നമ്മുടെ ടൈം ഡ്യൂറേഷൻ? വേറെ മറ്റു വർക്കുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഈ ലാൻഡ്സ്കേപ്പിംഗ് എന്ന് പറയുമ്പം വീടിൻ്റെ ഒരു ടൈല് വർക്ക്, പെയിൻറ്റിങ് വർക്ക്, ഒരു ഫൈനൽ സ്റ്റേജിൻ്റെ ഒരു എൻഡ് ഇൻറ്റീരിയറും കൂടി കഴിയുമ്പോഴാണ് എക്സ്റ്റീരിയറിലേക്ക് ആൾക്കാർ ചിന്ത തന്നെ വരുന്നത്. അപ്പോൾ ബൗണ്ടറി വാള് കെട്ടിക്കഴിയുമ്പോൾ നമ്മുടെ ഏരിയയായി. പിന്നെ ഈ മിറ്റം നമുക്ക് തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, മണ്ണിട്ട് ലെവലിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഏരിയയിലേക്ക് അവിടുന്ന് തൊട്ട് നമുക്ക് ഒരു ഡിസിഷൻ കഴിഞ്ഞാൽ നമുക്ക് മെറ്റീരിയൽ വരാനായിട്ട് ഒരു 1 week ടൈം എടുക്കും. കാരണം നമുക്കിപ്പം ഓർഡറിനനുസരിച്ചുള്ളത് കട്ട് ചെയ്ത് കൊണ്ടുവരണം. അപ്പം വരാനായിട്ട് ഓൾമോസ്റ്റ് ഒരു 10 days. ഇപ്പം തണ്ടൂർ ആണെങ്കിൽ ഒരു 12 days ഒരു മെറ്റീരിയൽ വരാനായിട്ട് എടുക്കും. അതിനുശേഷം ഒരു വിത്തിൻ 2-3 days, കേരളത്തിലെ സാഹചര്യമല്ല, അപ്പോൾ ഒരു വിത്തിൻ 2-3 days അനുസരിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിപ്പെൻസ് ആണ്. ഒരു 1000 square feet ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 4 to 5 days-ൻ്റെ അകത്ത് കംപ്ലീറ്റ്ലി ലേ ചെയ്ത് തീർത്തു കൊടുക്കാം. അതെ 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 അതെ. ആദ്യം പറഞ്ഞതുപോലെ എല്ലാ സ്ഥലത്തും കേരളത്തിൽ ആകമാനം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂർ, കാസർഗോഡ് മാത്രമേ ഒരു എക്സെപ്ഷൻ പറഞ്ഞുള്ളൂ. ബാക്കി എവിടുന്നും ഇവരെ വിളിക്കാം, ഏത് തരത്തിലും ഇവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വീഡിയോയ്ക്ക് നമ്മളോടൊപ്പം സഹകരിച്ചത് താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എപ്പോഴും നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും ആദ്യം അത് ചെയ്തു വരുന്ന സമയത്ത് തന്നെ പൂർണ്ണമായിട്ടും തീർക്കാൻ ശ്രമിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴൊക്കെ നമുക്കത് ചെയ്യാൻ സാധിക്കുമെന്ന് പറയാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള കാശ്, അതുപോലെ നമ്മുടെ സാഹചര്യമൊന്നും ഒരുപോലെ ഇരിക്കണമെന്നില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ലാൻഡ്സ്കേപ്പിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്തു പോവുക. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. നിങ്ങൾ കയറി നോക്കുക. അവർ കേരളത്തിലുടനീളം നിങ്ങൾക്ക് സർവീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള മികച്ച വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ. നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകളും കമൻറ്റ് ബോക്സിൽ ഇടുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും എത്തും. അതുവരെയും അജയ് ശങ്കർ സൈനിങ് ഓഫ്, ഡോക്ടർ ഇൻറ്റീരിയർ.